Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 17. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. റൈറ്ററുടെ മേശയ്ക്ക് മുന്നിൽ തുറന്നു വെച്ച പരോൾ രജിസ്റ്ററിൽ ഒപ്പിടുകയായിരുന്നു വിഷ്ണു. ജയിലിലെ ജീവിതം അവന്റെ ശരീരത്തെ ശോഷിപ്പിച്ചിരിക്കുന്നു. താടി വളർന്ന് കണ്ണിന് താഴെ കറുപ്പ് പടർന്ന പഴയ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ട ഒരു രൂപം. ഇൻസ്പെക്ടറുടെ ക്യാബിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട വിഷ്ണു പെട്ടെന്ന് തല ഉയർത്തി നോക്കി. ഇൻസ്പെക്ടറുടെ വേഷത്തിൽ വാതിലൂടെ പുറത്തേക്കിറങ്ങി വരുന്ന ദേവനന്ദനെ കണ്ടതും അവന്റെ ഉള്ളൊന്ന് കാളി. ആ നെഞ്ചിലെ നെയിം പ്ലേറ്റിൽ ദേവനന്ദൻ എന്ന പേര് തെളിഞ്ഞു കണ്ടു. കവലയിൽ ഓട്ടോ ഓടിച്ചു നടന്നിരുന്ന പഴയ ദേവനല്ല മുന്നിൽ നിൽക്കുന്നത്. അവന്റെ കണ്ണുകളിൽ അധികാരത്തിന്റെ ഗൗരവവും തീക്ഷ്ണതയും ഉണ്ട്. മുഖത്തേക്ക് തറച്ച ആ നോട്ടത്തിന്റെ ഭാരം താങ്ങാനാവാതെ വിഷ്ണുവിന്റെ തല താഴ്ന്നുപോയി. സ്വന്തം പെങ്ങളുടെ താലിയേർത്ത കൈകൾ കൂട്ടിപ്പിടിച്ച് അവൻ അപരാധബോധത്തോടെ നിന്നു. ദേവൻ സാവധാനം നടന്ന് വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ ചുറ്റുമുള്ള പോലീസുകാർ നിശബ്ദരായി. അനന്തം പോയി അല്ലേ വിഷ്ണു? പതിഞ്ഞ എന്നാൽ ഇടറാത്ത ശബ്ദത്തിൽ ദേവൻ ചോദിച്ചു. വിഷ്ണു ഒന്നും മിണ്ടിയില്ല. അവന്റെ ശ്വാസത്തിന് വേഗം കൂടി. ദേവൻ അല്പം കൂടി അടുത്തേക്ക് നിന്ന് വിഷ്ണുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. നീ കൊന്നത് അനന്തനെ മാത്രമല്ല വിഷ്ണു, നിന്റെ കൂടപ്പിറപ്പിനെ കൂടിയാ. സ്വന്തം പെങ്ങളുടെ നെഞ്ചിലെ താലിയ നീ വാശിക്ക് അറുത്തു മാറ്റിയത്. വൈശാഖി എന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അവൾ ഇന്നൊരു ജഡം മാത്രമായിരിക്കും. ആ ശാപം അത് നിന്നെ ജയിലിലെ ഇരുമ്പഴിക്കുള്ളിൽ മാത്രമല്ല, പുറത്തിറങ്ങിയാലും വേട്ടയാടിക്കൊണ്ടിരിക്കും. ദേവന്റെ ഓരോ വാക്കും ചാട്ടവാറടി പോലെ വിഷ്ണുവിന്റെ നെഞ്ചിൽ കൊള്ളുന്നുണ്ടായിരുന്നു. നിയമം നിന്നെ ശിക്ഷിച്ചിട്ട് കുറെ കഴിയുമ്പോൾ പുറത്തേക്ക് വിടും. പക്ഷെ അന്നും സ്വന്തം ചോരയുടെ കണ്ണുനീരിൽ ചവിട്ടി നീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് ജയിലിനേക്കാൾ ശ്വാസം മുട്ടലുണ്ടാകും. വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തൊണ്ടയിൽ കുരുങ്ങിയ കരച്ചിൽ പുറത്തേക്ക് വരാതെ അവൻ വല്ലാതെ പ്രയാസപ്പെട്ടു. മറുപടി പറയാൻ വാക്കുകളില്ലാതെ ചെയ്ത തെറ്റിന്റെ ഭാരം മുഴുവൻ ആ താഴ്ന്ന ശിരസിൽ ഏറ്റുവാങ്ങി അവൻ തറയിലേക്ക് തന്നെ നോക്കി നിന്നു. വാ, ദേവൻ അവനെ അകത്തേക്ക് വിളിച്ചു. തലയും കുനിച്ച് നിശബ്ദനായി വിഷ്ണു ദേവന് പിന്നാലെ ഇൻസ്പെക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു. ഇരിക്കെ, തനിക്കെതിരെയുള്ള കസേര ചൂണ്ടിക്കാട്ടി ദേവൻ പറഞ്ഞു. പക്ഷേ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ കുറ്റബോധം ഒരു നെടുവീർപ്പായി പുറത്തേക്ക് വന്നതല്ലാതെ വിഷ്ണു അനങ്ങിയില്ല. അവൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു. ഇരിക്കടാ. ദേവൻ ശബ്ദത്തിൽ അല്പം ഗൗരവം കലർത്തി വീണ്ടും നിർബന്ധിച്ചതോടെ വിഷ്ണു മെല്ലെ കസേരയിലേക്ക് ഇരുന്നു. ഗൗരി ജയിലിലായ ശേഷം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? വൈശാഖി വീട് വിട്ടു പോയത് അനന്തുവിന്റെ കൂടെയായിരുന്നെന്ന് സജീവന നിന്നോട് പറഞ്ഞത് അല്ലേ? അതെ. മുഖമുയർത്താതെ തന്നെ വിഷ്ണു സമ്മതിച്ചു. എന്നിട്ട്? ദേവൻ ബാക്കി കേൾക്കാൻ കാത്തുനിന്നു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അന്നത്തെ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ വിഷ്ണു ഓർത്തെടുത്തു. ചതിച്ചതിന്റെ ശിക്ഷ അനന്തന് കൊടുക്കണമെന്ന് വാശി പിടിച്ചത് അമ്മയായിരുന്നു. അവനെ അന്വേഷിച്ച് ഞാൻ പോയത് ഒറ്റയ്ക്കായിരുന്നില്ല ദേവ. സജീവനും അവൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. സജീവൻ കുത്തുകൊണ്ട് ഹോസ്പിറ്റലായിരുന്നില്ലേ? അവൻ ഡിസ്ചാർജ് ആയതിനു ശേഷമാ ഞങ്ങൾ പോയത്. എറണാകുളത്ത് എത്തിയ ഞങ്ങള് അനന്തൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിലാ കാത്തു നിന്നത്. അവൻ താമസിച്ചാണ് എത്താറുള്ളത് എന്നറിയാമായിരുന്നു. അവനൊന്ന് നിർത്തി പിന്നെ ഇടറിയ ശബ്ദത്തിൽ തുടർന്നു. സത്യമായിട്ടും അവനൊന്ന് കൈകാര്യം ചെയ്യണമെന്ന ദേഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കൊല്ലണമെന്നൊരിക്കലും. ഒരു ദീർഘനിശ്വാസത്തിൽ അവന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. കൈകൾ പിണച്ചു കെട്ടി കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ദേവൻ അവനെ ഉറ്റുനോക്കി. രാത്രിയിൽ ആളൊഴിഞ്ഞ നേരത്ത് അവൻ അതൊഴി വന്നത്. എനിക്ക് മുന്നേ ആ ഗുണ്ടകള് അവന്റെ കാറിന് നേരെ ചാടി വീണു. പുറത്തേക്ക് ഇറങ്ങിയ അവൻ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചതാ. പക്ഷേ സജീവൻ അത് കേൾക്കാൻ നിന്നില്ല. അനന്തു എതിർക്കാൻ നോക്കിയെങ്കിലും അത്രയും പേരോട് പിടിച്ചു നിൽക്കാൻ അവന് സാധിക്കില്ലല്ലോ. അതിനിടയില അപ്രതീക്ഷിതമായി സജീവൻ കത്തിയെടുത്ത് അവനെ കുത്തിയത്. നെറ്റി ചുളിച്ച് കണ്ണുകൾ ചുരുക്കി ദേവൻ അവൻ പറയുന്നതും കേട്ടുകൊണ്ടിരുന്നു. രണ്ടാമതും കുത്തുകൊണ്ടതോടെ ചോര ഒലിപ്പിച്ച് അവൻ ഓടി കായലിൽ ചാടുകയായിരുന്നു. എല്ലാം കണ്ട് തരിച്ചു നിൽക്കാൻ എനിക്ക് പറ്റിയുള്ളൂ. അവനെ രക്ഷിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ദേവ.
എങ്കിൽ പിന്നെ നീ എന്തിനാ കുറ്റമറ്റെടുത്തത്? ദേവന്റെ ചോദ്യത്തിൽ അവിശ്വസനീയത നിറഞ്ഞിരുന്നു. ആ രാജേന്ദ്രനെ പേടിച്ചിട്ട. ദേവൻ മേശയിൽ കൈകൾ കുത്തി മുന്നോട്ടാഞ്ഞു. എന്തിന്? കുറ്റം ഞാൻ ഏൽക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ വൈശാഖിയുടെ ജീവനും അവസാനിപ്പിക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. അവൾക്ക് വേണ്ടി കുറ്റമേൽക്കാൻ അമ്മയും പറഞ്ഞപ്പോ എന്റെ മുന്നിൽ മറ്റു മാർഗമില്ലായിരുന്നു. സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ, അതും സ്വന്തം അമ്മാവന്റെ മകനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നിട്ട് അമ്മയുടെ മകന്റെ ഒരു തത്വചിന്ത കൊള്ളാം. നീയൊക്കെ ഒരാണാണോടാ? എന്നിട്ട് അവളിപ്പോ സുരക്ഷിതമായിട്ടാണോ ഇരിക്കുന്നത്? ദേവന്റെ ചോദ്യത്തിലെ പുച്ഛം മനസ്സിലാക്കിയ വിഷ്ണുവിന്റെ മുഖം കുനിഞ്ഞു. നിനക്ക് ഈ കാര്യം കോടതിയിൽ പറയാമായിരുന്നില്ലേ? വിഷ്ണുവിന്റെ കണ്ണുകളിൽ നിസ്സഹായാവസ്ഥ നിഴലിച്ചു. ഇല്ല, എവിടെയാണെങ്കിലും വൈശാഖിയെങ്കിലും സുരക്ഷിതയായി ജീവിക്കട്ടെ ദേവ. അവൾ എവിടെയാണെന്ന് ആദ്യം ഒന്ന് അറിയട്ടെ. അവൾ സുരക്ഷിതയാണെങ്കിൽ അന്ന് നോക്കാം. ഇനി അതത്ര എളുപ്പമാണെന്നാണോ നീ കരുതുന്നത്? ഒരിക്കലും വിധി പറഞ്ഞ കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? അനന്തനും വൈശാഖിയും നിങ്ങളുടെയൊക്കെ ചോര തന്നെ അല്ലേടാ. സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമല്ലേ അവർ ചെയ്തുള്ളൂ. അതങ്ങ് ക്ഷമിച്ചിരുന്നേ ഇപ്പൊ എത്ര ജീവിതങ്ങൾ സന്തോഷത്തോടെ ഉണ്ടായേനെ. മറുപടി പറയാൻ വാക്കുകളില്ലാതെ വിഷ്ണു ഇരുന്നു. ചെല്ല്. കുറ്റപ്പെടുത്തലിന്റെയും പരിഹാസത്തിന്റെയും ധ്വനി ഉണ്ടായിരുന്നു ദേവന്റെ വാക്കുകളിൽ. ചെയ്ത തെറ്റിന്റെയും ഏറ്റെടുത്ത കുറ്റത്തിന്റെയും ഭാരവുമായി വിഷ്ണു ഇൻസ്പെക്ടറുടെ മുറിയിൽ നിന്ന് തലയും കുനിച്ച് ഇറങ്ങിപ്പോയി. തുറന്നടഞ്ഞ ക്യാബിന്റെ വാതിലിലേക്ക് അല്പനേരം നോക്കിയിരുന്ന ദേവൻ സാവധാനം എഴുന്നേറ്റ് സ്റ്റേഷന്റെ വരാന്തയിലേക്ക് നടന്നു. വിഷ്ണുവിന്റെ കാറ് പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഭാരമേറിയ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാനെന്നോണം ദേവൻ സ്റ്റേഷന്റെ പടികളിറങ്ങി നേരെ നടന്നത് ഗേറ്റിന് പുറത്തെ ഓട്ടോ സ്റ്റാൻഡിലേക്കാണ്. സ്റ്റാൻഡിൽ ഓട്ടോകൾ വരിവരിയായി കിടക്കുന്നിടത്ത് ഡ്രൈവർമാർ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ദേവൻ നടന്നു വരുന്നത് അവർ കണ്ടത്. വർത്തമാനം പാതി വഴിയിൽ നിർത്തി എല്ലാവരും ബഹുമാനത്തോടെ അല്പം ഒതുങ്ങി നിന്നു. ദേവൻ നേരെ ചെന്നത് സ്റ്റാൻഡിലെ മുതിർന്ന ഡ്രൈവറായ ശശിയേട്ടന്റെ അടുത്തേക്കാണ്. പുള്ളിക്കാരൻ തന്റെ ഓട്ടോയുടെ മുൻപിലെ ഗ്ലാസ് തുടക്കുകയായിരുന്നു. ദേവനെ കണ്ടതും ശശിയേട്ടന്റെ കണ്ണുകൾ ചുരുങ്ങി. എന്താ ശശിയേട്ടാ, ഈ കാക്കി കണ്ടപ്പോ എന്നെ മനസ്സിലായില്ലേ? ദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ചുളിവുകൾ വീണ ആ മുഖത്ത് വലിയൊരു ചിരി വിരിഞ്ഞു. ദേവ, അല്ല സാറേ, എന്താ ഈ കാണണേ? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ? പഴയ ദേവൻ തന്നെയാണ് ശശിയേട്ടാ, സാറേ എന്നുള്ള വിളിയൊന്നും വേണ്ട. ദേവൻ ശശിയേട്ടന്റെ തോളിൽ കൈവച്ചു. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? പിന്നെ വിവാഹവും കഴിഞ്ഞു, ഒരു കൊച്ചുമായി. ഉത്സവം പ്രമാണിച്ച് ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ആണോ? ഒരു ദിവസം എന്തായാലും വരാൻ വീട്ടിലേക്ക്. ഓട്ടത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യമാ ജലചേടത്തി വിളമ്പി തന്ന ചോറുണ്ടിട്ടുള്ളത്. അപ്പോഴേക്കും ദേവന്റെ പഴയ കൂട്ടുകാരൻ ഷിബു ഓടിക്കതച്ച് അവിടേക്ക് വന്നു. എടാ ദേവ, നീ വരുന്നു കുറച്ചു മുന്നേ കവലയിൽ വെച്ച് കണ്ടപ്പോ പ്രദീപ് പറഞ്ഞായിരുന്നു. പക്ഷെ യൂണിഫോമിൽ കണ്ടപ്പോ അങ്ങോട്ട് അടുക്കാനൊരു പേടി. ഷിബു ആവേശത്തോടെ പറഞ്ഞു. എടാ, യൂണിഫോം മാറ്റിയെന്നേ ഉള്ളൂ. ഞാനും നിങ്ങളുടെ ഒരാളല്ലേ? എന്റെ കല്ലാട്ടെ ഓട്ടോ കിടന്നിരുന്ന സ്ഥലം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഓ, അവിടെ വേറെ വണ്ടികൾ ഇടാറുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതൊന്നും നിന്റെ സ്പോട്ട് തന്നെയാ. ഷിബുവിന്റെ വാക്കുകളിൽ പഴയ സൗഹൃദത്തിന്റെ സ്നേഹം നിറഞ്ഞു നിന്നു. അപ്പോഴേക്കും മറ്റു ഡ്രൈവർമാരും ചുറ്റും കൂടി. ദേവൻ അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ചിലർക്ക് പുതിയ വണ്ടിയായി, ചിലർക്ക് കല്യാണം കഴിഞ്ഞു. കവലയിലെ മാറ്റങ്ങളെക്കുറിച്ചും ഓട്ടോ ചാർജ് വർധനവിനെക്കുറിച്ചുമൊക്കെ ഒരു ഇൻസ്പെക്ടർ എന്നതിലുപരി പഴയൊരു സഹപ്രവർത്തകനായി നിന്ന് അവൻ സംസാരിച്ചു. തിരികെ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ സ്റ്റാൻഡിൽ നിന്നും ഷിബുവും ശശിയേട്ടനും കൈവീശി കാണിക്കുന്നത് ദേവൻ കണ്ടു. ആ നിമിഷം തോളിലെ നക്ഷത്രങ്ങളെക്കാൾ തിളക്കം ആ സൗഹൃദത്തിനുണ്ടെന്ന് അവന് തോന്നി. അന്ന് വൈകുന്നേരം അമ്പലപ്പറമ്പിലെ വടക്കുംഭാഗത്ത് പകൽപൂരം ഒഴുകുകയാണ്. ചെണ്ടമേളത്തിന്റെ മേളക്കൊഴുപ്പ് ആസ്വദിച്ചു നിൽക്കുന്ന ജനങ്ങൾ. അസ്തമയ സൂര്യന്റെ ചെഞ്ചായം വീണ അന്തരീക്ഷം. ജനത്തിരക്കിനെ നിയന്ത്രിക്കാൻ നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് ജീപ്പിനരികിൽ നിൽക്കുന്ന ദേവന്റെ കണ്ണുകൾ ആൾക്കൂട്ടത്തിനിടയിൽ ഗൗരിയെ തിരയുകയായിരുന്നു. കൂടെ ASI വർഗീസും CPOമാരായ ജോസഫും രമ്യയുമുണ്ട്. അല്പനേരത്തെ കാത്തു നിൽപ്പിനൊടുവിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഗൗരിയും ജാസ്മിനും നടന്നു വരുന്നത് ദേവന്റെ കണ്ണിൽപ്പെട്ടു. ഓറഞ്ച് നിറമുള്ള ഒഴുകിക്കിടക്കുന്നൊരു സാരിയിൽ നെറ്റിയിൽ വലിയൊരു കുങ്കുമപ്പൊട്ടും തൊട്ട് പഴയതിലും ഐശ്വര്യത്തോടെ ഗൗരി. മുല്ലപ്പൂ ചൂടിയ നീളമുള്ള മുടി അവൾ മുന്നിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്.
ദേവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. ആ നോട്ടം വന്നു വീണതും ഗൗരിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. തൊപ്പി ബൊലേറോയുടെ ബോണറ്റിൽ വെച്ചിട്ട് ഗൗരവത്തിലാണ് നിൽപ്പെങ്കിലും ആ കണ്ണുകളിൽ തിളങ്ങുന്ന ഭാവം അവൾക്ക് അപരിചിതമായിരുന്നില്ല. എത്രയോ വട്ടം അത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അനുഭവിച്ചിട്ടില്ലെങ്കിലും അതിനു പിന്നിലെ പ്രണയത്തിന്റെ തീവ്രത ഇപ്പോഴും അവളെ ഭ്രമിപ്പിച്ചു. അവന്റെ പ്രണയം ഇപ്പോഴും താനാണ് എന്ന തിരിച്ചറിവിൽ അവളുടെ ഉള്ളം കുതിച്ചുയർന്നു. വർഷങ്ങളായി അനുഭവിച്ചു വന്ന ഏകാന്തതയും ദുരിതവും മനസ്സിന്റെ മൃദുല ഭാവങ്ങളെ തളർത്തിയിരുന്നു എന്ന ചിന്ത തെറ്റായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ഗൗരിയും ജാസ്മിനും അങ്ങോട്ടേക്ക് നടന്നെടുത്തപ്പോ അവരുടെ കഥകൾ അറിയാവുന്ന വർഗീസ് സാറ് മറ്റുള്ളവരെയും വിളിച്ചൽപ്പം മാറി നിന്ന് അവർക്ക് സംസാരിക്കാൻ അവസരമൊരുക്കി. ദേവൻ ഗൗരിയെ നോക്കി പുഞ്ചിരിച്ചു. അതിന്റെ പ്രതിഫലനം അവളുടെ ചുണ്ടുകളിലുമെത്തി. സുന്ദരിയായിട്ടുണ്ട്. ഉത്സവത്തിന് വന്ന ആളുകളുടെയൊക്കെ കണ്ണുകൾ ഇന്ന് നിന്നിലായിരിക്കുമല്ലോ ഗച്ചു. അതെന്താ ദേവേട്ട, ഗച്ചുവിനെ മാത്രമേ കണ്ണി പിടിച്ചുള്ളൂ? ഞാനെന്താ സുന്ദരിയല്ലേ? ഒരൽപ്പം കളിയാക്കലും ഉണ്ടായിരുന്നു ജാസ്മിന്റെ ചോദ്യത്തിൽ. നിന്റെ സൗന്ദര്യം കാണാനുള്ള ആള് അങ്ങ് വീട്ടിലിരിപ്പില്ലേ? വീട്ടിലല്ല, ഇവിടെ അമ്പലപ്പറമ്പിൽ എവിടെ ഉണ്ട്. പിള്ളേരെയും കൊണ്ട് വൈകുന്നേരം ഇറങ്ങിയതാ. അന്വേഷിക്കണോ? പിള്ളേര് കൂടെ ഉണ്ടെങ്കിലേ ഉത്സവം ആസ്വദിക്കാൻ പറ്റില്ല ദേവേട്ട. ഇക്ക ആവുമ്പോ അവര് മെരുക്കിക്കൊണ്ട് നടന്നോളൂ. ജാസ്മിനും ദേവനും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ഗൗരിയുടെ കണ്ണുകൾ അവനെ കോരി കുടിക്കുകയായിരുന്നു. നീ എന്തോന്നാ ഈ നോക്കുന്നവണ്ണേ? എന്നെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലേ? ദേവന്റെ ചോദ്യമാണ് ഗൗരിയെ ഉണർത്തിയത്. അവൾ പരുങ്ങിക്കൊണ്ട് ജാസ്മിന്റെ പിന്നിലേക്ക് ഒതുങ്ങി. ജാസ്മിൻ വാപൊത്തിച്ചിരിക്കുന്നു. അവളുടെ കയ്യിലൊന്ന് നുള്ളുന്നതിനിടയിലാണ് ചെണ്ടമേളക്കാർ നിന്നിടത്തു നിന്നും അനങ്ങാൻ തുടങ്ങിയത്. ആളുകൾ ഇളകിയപ്പോ തിരക്കിൽ പെടാതിരിക്കാൻ ദേവൻ ഗൗരിയെ വലിച്ച് തന്റെ അരികിലേക്ക് നിർത്തി. ജാസ്മിനും ആ അരികിലേക്ക് ഒതുങ്ങിയപ്പോ അവൾ രണ്ടുപേരുടെയും ഇടയിൽ പെട്ടുപോയി. അവളുടെ ശരീരം അവന്റെ മേലേക്ക് ഉരഞ്ഞു ചേർന്നു. അകന്നു മാറാൻ ശ്രമിച്ച അവളെ ഇതിനു മുന്നേ കാട്ടാത്ത സ്വാതന്ത്ര്യത്തോടെ അവൻ അടുത്തു തന്നെ പിടിച്ചു നിർത്തി. തന്നെ നോക്കി അവളുടെ കണ്ണുകളിലെ പിടപ്പ് കാണാത്ത മട്ടിൽ അവൻ കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു. വാക്കുകൾക്കപ്പുറം അവരുടെ മൗനം പരസ്പരം പ്രണയം കൈമാറുകയായിരുന്നു. ചുറ്റുമുള്ള ബഹളങ്ങൾ ആ മൗനത്തിൽ മുങ്ങിപ്പോയി. ആ സമയത്താണ് തിരക്കിനിടയിലൂടെ സജീവനും ഭാര്യയും കൊച്ചും അവരെ കടന്നുപോയത്. സ്വയം മറന്നു നിൽക്കുന്ന ഗൗരിയെയും ദേവനെയും കണ്ടപ്പോ സജീവന്റെ മുഖത്ത് ഒരു നിമിഷം എന്തെന്നില്ലാത്തൊരു ഭാവം മിന്നിമറഞ്ഞു. ദേവനും ഗൗരിയും അവരെ കണ്ടില്ലെങ്കിലും ജാസ്മിൻ കണ്ടു. അവൾ ഒന്നുകൂടി ഗൗരിയെ തള്ളി ദേവന്റെ അരികിലേക്ക് ചേർത്തു. സജീവന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച രശ്മിക ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. സജീവൻ അവളെയും വലിച്ചുകൊണ്ട് തിരക്കിൽ മറഞ്ഞപ്പോ ജാസ്മിൻ തിരിഞ്ഞു. സ്വയം മറന്നതുപോലെ നിൽക്കുന്ന ദേവനെയും ഗൗരിയെയും കണ്ടപ്പോ അടക്കി ചിരിച്ചും കൊണ്ട് അവൾ അവർക്കു മറയായി മുന്നിലേക്ക് കയറി നിന്നും കൊണ്ട് മേളം ആസ്വദിക്കാൻ തുടങ്ങി. ഗച്ചു, അവൻ എന്തോ പറയാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലായതും ചെണ്ടമേളത്തിന്റെ ബഹളത്തിനിടയിൽ അത് അല്പം കൂടി വ്യക്തമായി കേൾക്കാൻ അവൾ ഒന്നുകൂടി അവനോട് ചേർന്നു നിന്നു. അവളുടെ ഗന്ധം അവനെ പൊതിഞ്ഞു. ജാസ്മിനെ മറയാക്കി അവൻ അവളുടെ കൈയെടുത്തു പിടിച്ച് ആ വിരലുകളിൽ മെല്ലെ ഒന്ന് തഴുകി. ശരീരം ഒന്നാകെ കുളിർന്നു കയറിയെങ്കിലും അവൾ ആ കൈ പിൻവലിച്ചില്ല. 6 വർഷങ്ങൾക്ക് മുന്നേ നിന്നോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറയുമ്പോൾ അല്പം വൈകിപ്പോയിരുന്നു. അന്ന് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, തിരുത്താനൊരു അവസരമുണ്ടെങ്കിൽ പറയണമെന്ന്. ഇപ്പോഴും നീ അത് പറയുന്നില്ലെങ്കിലും നിന്റെ കണ്ണുകൾ എന്നോടത് പറയുന്നുണ്ട്. തിരുത്താൻ ദൈവമായിട്ട് തന്നിരിക്കുന്ന ഈ ഒരു അവസരം ഇനി എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ ഗച്ചു. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ നീ വേണം എൻ്റെ കൂടെ. ദേവേട്ട, ഞാൻ എന്തോ പറയാൻ തുടങ്ങിയ അവളെ ചുണ്ടുകൾക്ക് മേലെ വിരൽ വെച്ച് അവൻ നിശബ്ദയാക്കി. അതോടൊപ്പം തന്നെ വെടിക്കെട്ടിന് മുന്നോടിയായിട്ട് ചെണ്ടമേളവും നിലച്ചു. തുടരും പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ ഇഷ്ടമാകുന്നവർ ഒരു ഇമോജിയെങ്കിലും അഭിപ്രായമായിട്ട് എഴുതിയിട്ടിട്ട് പോണേ. കൂടാതെ ഹൈപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു.